താമസിക്കാൻ എനിക്കും ആഗ്രഹമില്ല എടുത്തി. നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടം. പക്ഷേ കാർത്തിക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാ. അവള് എന്തു പറഞ്ഞാലും എനിക്ക് എതിർക്കാൻ കഴിയില്ല. കാർത്തിക എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. അതുകൊണ്ടാ അവൾ ആവശ്യപ്പെട്ട പോലെ ഈ വീട് വിട്ടുപോകാൻ തയ്യാറാവുന്നത്. നിങ്ങൾ അങ്ങനെ പോയാ ഈ സ്നേഹം, അടുപ്പം ഇതൊക്കെ നഷ്ടപ്പെടില്ലെങ്കിൽ അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഏട്ടാ? കാർത്തികയുടെ തലവിധി എങ്ങനെയാണോ അതല്ലേ സംഭവിക്കുള്ളൂ. കാർത്തികയുടെ മനസ്സിൽ ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ ഏട്ടാ, ഒരു പേടിയുണ്ടായെന്ന് തോന്നുന്നു. നമ്മുടെ പ്ലാനിനെ പേടിച്ച് അവൾ ഓടിപ്പോയത് കണ്ടില്ലേ? കുറച്ചു കഴിയുമ്പോ റിസൾട്ട് ഉണ്ടാവും. കാർത്തിക സ്വന്തം നാവ് കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യം എന്തായാലും പറയും. ആന്റി ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ വീട് വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇടി ഭ്രാന്തി പെണ്ണെ, ഈ വീട് വിട്ടു പോണോന്നും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്നും നീ കൊറേ നാളായിട്ട് സ്വപ്നം കാണല്ലേ? ഇപ്പൊ കിട്ടിയ സുവർണ അവസരം എന്തിനാടി നീ വെറുതെ കളയുന്നേ? ഇവിടുന്ന് പോയാ എന്ത് സംഭവിക്കുമെന്നുള്ള ഭാവി കാലം മുഴുവനും എന്റെ കണ്ണിൽ തെളിഞ്ഞു ആന്റി. അയ്യോ, അതെല്ലാം അഖിൽ നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാടി. ഭാവനയും വസു ഒത്തുചേർന്ന് പിന്നെ അഖിലും കൂടി പ്ലാൻ ചെയ്ത് നിന്നെ ഈ വീട്ടിൽ തന്നെ നിർത്താനുള്ള പ്ലാൻ ആടി മണ്ടി പെണ്ണെ. അതുകൊണ്ടാ അഖിൽ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞത്. അല്ല ആന്റി, അഖിൽ സത്യോ പറഞ്ഞ് മാറി താമസിച്ചാ വലിയ ഡേഞ്ചറാ. ഈ വീട് തന്നെയാ സേഫ്. പറഞ്ഞു മോം. സുഖമല്ലേ മോളെ? ഫൈൻ മോം. സന്തോഷം തന്നെയല്ലേ? വളരെ വളരെ ഹാപ്പിയാണ് മോം. അപ്പോ ആ വസു നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുന്നെന്ന് തോന്നുന്നു. നമ്മുടെ പ്ലാൻ എന്തായാലും സക്സസ് ആയി അല്ലേ? ഇല്ല, വസുവേട്ടത്തി മോം പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സന്തോഷായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വീട്ടില് ഞാൻ വളരെ ഹാപ്പിയാണ്. അതെങ്ങനെയാ? ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നാലേ സന്തോഷമുള്ളൂന്നല്ലേ നീ പറഞ്ഞേ? അത് തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടേക്കും ഇല്ല. എന്തു പറ്റി ബേബി? എനിക്ക് ബുദ്ധി ഉദിച്ചു. വാട്ട്? എന്താ പറ്റിയത്? അതൊന്നും മോമിനോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല. ദാറ്റ്സ് ഓൾ. നീ എന്തൊക്കെയാ പറയുന്ന ബേബി? നീ പുറത്തേക്ക് വന്നാ നിനക്കൊരു വില്ലയും കോസ്റ്റ്ലി കാറും വാങ്ങിത്തരാം, പിന്നെ ബിസിനസ് തുടങ്ങിത്തരാം, ലൈഫ് സെറ്റിൽ ആക്കാം. ഇതിനേക്കാളും മികച്ച ലൈഫ് മോമിന് എനിക്ക് തരാൻ പറ്റില്ല. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. ഇതാണ് എന്റെ വീട്. ഇവിടെയുള്ളവരാണ് എന്റെ ബന്ധുക്കൾ. ഈ വീടും എന്റെ ബന്ധുക്കളെയും വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. അങ്ങനെയല്ല ബേബി. ബൈ മോം. വയ്ക്കുവാണേ. ബേബി 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 എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവക്കിത് എന്തു പറ്റി? എന്തിനടി നീ എടുത്തു ചാടുന്നേ? ആലോചിച്ച് തീരുമാനം എടുക്ക്. അഖിലിനെ പിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അഖിൽ എവിടെയാണോ ഉള്ളത് അതാണ് എന്റെ പാരഡൈസ്. അതാണ് എന്റെ താജ്മഹൽ. അവിടെയാണ് എനിക്ക് സന്തോഷം കിട്ടുക. അഖിലിനെ വിട്ടു പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അയ്യോ അയ്യോ, എന്താ ഇത്? ഈ കൂട്ടുകുടുംബത്തെ ഈ ജോഡിയെ വെച്ച് പിരിക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. ഇവരിപ്പോ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലല്ലോ. മറ്റേ ജോഡികൾ കേൾക്കാറേ ഇല്ല. വേറെ എന്തെങ്കിലും മാർഗം നോക്കണം. പെട്ടെന്ന് എന്റെ ബേബിയുടെ മനസ്സെങ്ങനെയാ മാറിയേ? പുറത്തു വരണമെന്ന് അവൾ എത്രമാത്രം ആശിച്ചതാ. ഇപ്പൊ എന്താ വരില്ലെന്ന് പറയുന്നത്? ഹലോ,
എന്റെ ബേബിയെ നീ എന്താ ചെയ്തേ? ഞാൻ എന്ത് ചെയ്തു എന്നാ? എന്റെ ബേബി എന്റെ അടുത്തേക്ക് വരില്ലെന്ന് പറയുന്നു. അത് അവളുടെ ഇഷ്ടാ. അല്ല, എന്റെ വീട്ടിലേക്ക് വരുന്നതാണ് എന്റെ ബേബിയുടെ ഇഷ്ടം. ഇപ്പോ അവളുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും. ഇല്ല, നീയാണ് അവളെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നേ? അവൾ ഇവിടെ എനിക്കെന്റെ സ്വന്തം അനിയത്തി മാത്ര. അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കോ, അമ്മ പറയുന്നത് കേൾക്കോ? നീ ഉറപ്പായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെറിയമ്മേ. നിങ്ങൾ പറഞ്ഞതുപോലെ കാർത്തികയെ ഹൈലൈറ്റ് ചെയ്യാനേ ഞാൻ നോക്കിയുള്ളൂ. പക്ഷെ അത് നടന്നില്ല. ഞാൻ വാക്ക് തന്നതുപോലെ കാർത്തികയും അഖിലിനെയും അവിടേക്ക് തിരിച്ചയക്കണമെന്നാ വിചാരിച്ചേ. പക്ഷെ കാർത്തിക ഇപ്പൊ പറ്റില്ലെന്ന് പറയുന്നു. കാർത്തിക വന്നാ കൂട്ടിക്കൊണ്ടു പോയിക്കോ, എനിക്ക് അതിൽ ഒരു എതിർപ്പും ഇല്ല. നീ കൂടുതൽ അടവൊന്നും എടുക്കണ്ട. നീ എന്താ ചെയ്തേ? വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കരുത്. നിങ്ങൾ പറഞ്ഞതല്ലാതെ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെറിയമ്മയുടെ വീട്ടിലേക്ക് വരാൻ അഖില റെഡിയാണ്. അച്ഛനോടും അമ്മയോട് സംസാരിച്ച് ഞാൻ സമ്മതം വാങ്ങാം. സന്തോഷായിട്ട് മകളെയും മകളുടെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടു പോയിക്കോ. അവള് വരില്ലെന്ന് പറയുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ചെറിയമ്മേ? 1 മിനിറ്റ്. കാർത്തിക, നിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. കാർത്തിക, നീ വീട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്ന് പറഞ്ഞോ? നിങ്ങൾ പോകാത്തതിന് ഞാൻ കാരണമാണെന്ന് പറഞ്ഞ എന്നെ കുറ്റപ്പെടുത്തുക. നീ ഒന്ന് സംസാരിക്കുക. വീണ്ടും എന്തിനാ മോം വസുവേട്ടത്തിയെ വിളിച്ചേ? അവള് നിന്നെ അങ്ങ് മയക്കി വെച്ചിരിക്കുകയാണ്. എന്നെയോ? എന്നെ ഇവിടെ ആരും ഒന്നും ചെയ്തില്ല. വീണ്ടും എന്നെ വിളിക്കരുത്. അങ്ങനെയല്ല ബേബി, ഞാൻ പറയുന്ന കേക്ക്. നിനക്ക് ഞാൻ സ്വർഗം തന്നെ സൃഷ്ടിച്ചു തരാം. ഞാനിപ്പോ നിക്കുന്നത് സ്വർഗത്തിലാ. ഓക്കെ, ബൈ. ബേബി, സോറി ഏടത്തി. എന്റെ മോം ഏടത്തിയോട് മോശമായി സംസാരിച്ചെങ്കിൽ ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ കാർത്തിക. നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൊയ്ക്കോ. പ്ലീസ് ഏട്ടത്തി, ഇതോടെ ഈ കാര്യം വിട്ടേക്കണേ. അവര് തന്നെ നിന്നോട് പോവാൻ പറയല്ലേ, പൊയ്ക്കൂടെ? നിന്റെ അമ്മയെ അങ്ങോട്ട് ചെല്ലാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലാൻ പറയാ എന്റെ മോം ആരാണ്? പോന്ന് പറയാൻ ഇവിടെയുള്ളവരും ആരാ? ഇത് എന്റെ വീടാണ്. ഞാൻ ഇവിടെ തന്നെ കാണും, എങ്ങോട്ടേക്കുമില്ല. അങ്ങനെയല്ല മോളെ. നിങ്ങൾ വേണമെങ്കിൽ എവിടെയെങ്കിലും പൊക്കോ ആന്റി. വേണമെങ്കിൽ എന്റെ മോമിന്റെ അടുത്തേക്ക് പൊക്കോ. ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നേ? പിന്നെ ഞാൻ എന്തിനു പോണം? ഞാൻ എങ്ങോട്ടേക്കും പോകില്ല. പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല. എല്ലാരും ചേർന്ന് അവളൊരു ഭ്രാന്തിയാക്കിയല്ലേ? ഭീകരന്മാരാ നിങ്ങള്, വലിയ നാടകക്കാര്. എന്താ ഇളയമ്മയ്ക്ക് ഇനി സ്കെച്ച് ഇടണമായിരിക്കും അല്ലേ? വൃദ്ധസ്ഥാനത്തിലോ മറ്റോ പോണെങ്കിൽ പറയേ, അങ്ങോട്ട് കൊണ്ടുവിടാം. ഞാനെന്തിനാണ് അങ്ങോട്ട് പോന്നേ? പിന്നെ അനാഥാലയത്തിൽ കൊണ്ടുവിടാനായിട്ട് നിങ്ങൾ എന്താ കൊച്ചുകുട്ടിയാണോ? മുതുക്ക് അമ്മച്ചിയായി. എന്നെ എന്ത് വേണേലും പറഞ്ഞോ. എന്റെ പ്രായത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. മോളില് ചിറ്റപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചെന്നാ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുക പുള്ളി. ഞാൻ എത്രയും പെട്ടെന്ന് പോണോന്നാണോ നിന്റെ ആഗ്രഹം? ഇവിടെ നിന്നിട്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. അല്ല, മുകളിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാർത്തിക ഇങ്ങനെ വഷളാക്കിയതിന് നിങ്ങൾക്ക് ഞങ്ങൾ നല്ല പണിഷ്മെന്റ് തരും. എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. ഒരു വിധത്തില് കാർത്തിക നമ്മുടെ വഴിക്ക് വന്നു. എല്ലാം ഏട്ടത്തി കാരണമാ. അവളെ നല്ലൊരു പാടാ പഠിപ്പിച്ചത്. സത്യം പറഞ്ഞ കാർത്തികയ്ക്ക് നല്ല മനസ്സുണ്ടാകിൽ. സമാധാനത്തോടെ പറഞ്ഞ അവള് കേൾക്കും. ഇടയ്ക്ക് ഇളയമ്മ വന്ന് ഓരോ പാര വെക്കുന്നുണ്ടല്ലോ. അവരുടെ വാക്കും കേട്ടിട്ടാ കാർത്തിക ഇങ്ങനെ ഓരോന്നും പറയുന്നത്. ഇനി മുതൽ കാർത്തിക അങ്ങനെയൊന്നും ആലോചിക്ക പോലും ഇല്ല. എനിക്ക് ആ വിശ്വാസമൊന്നും ഇല്ല ഏടത്തി. എന്നെങ്കിലും അവളുടെ ആ പഴയ വൃത്തികെട്ട സ്വഭാവം പുറത്തെടുത്തിരിക്കും. അവളുടെ അമ്മയുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞ് പിടിവാശി കാണിക്കും.
അപ്പോഴും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഡോണ്ട് വറി. അതേടാ, വസു ഉള്ളപ്പോ നമ്മളെന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? ഭാവന കൂടെ ഉള്ളപ്പോ ഒരു പ്രോബ്ലം വരത്തുമില്ല. ഏടത്തിമാർക്ക് താങ്ക്സ്. എടാ, അപ്പൊ എനിക്കോ? ഏട്ടാ, ഏട്ടന് ചിയേഴ്സ്. Yes. ഏട്ടൻ എപ്പോഴാ വന്നേ? താൻ പാടാൻ തുടങ്ങിയപ്പോഴേ ഞാൻ എത്തി. വന്നിട്ട് എന്താ സൈലന്റ് ആയിട്ട് നിന്ന് കളഞ്ഞേ? ഏട്ടൻ എന്നെ ഒന്ന് വിളിക്കാറുന്നില്ലേ? ആ, പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടോണ്ടിരുന്നു. ആ, താനത് കണ്ടിന്യൂ ചെയ്തോ? എന്ത് കണ്ടിന്യൂ ചെയ്യാനാ പറയുന്നേ? പാട്ട് ഞാൻ വെറുതെ ഒന്ന് പാടിക്കൊണ്ടിരുന്നതാ. ഇനി വീണ്ടും പാടുന്നു പറഞ്ഞു. എന്നാ ഞാൻ പാടട്ടെ? ഏട്ടൻ പാടുവോ? ഞാൻ പാടും, കേൾക്കുമല്ലോ. ഇത് എപ്പോ റെക്കോർഡ് ചെയ്തതാ? ഇപ്പോഴായിട്ടാ. ഏട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലേ? വോയിസ് നന്നായിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കേട്ട് റിലാക്സ് ആവാന്ന് കരുതിയിട്ടാ റെക്കോർഡ് ചെയ്തേ. എന്റെ പാട്ട് കേൾക്കാനൊക്കെ ഏട്ടന് സമയമുണ്ടോ? താൻ വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. അതുപോലെ താൻ ചെയ്ത ഹെൽപ്പിനെ പറ്റി അവൻ പറഞ്ഞു. ഇത്രയും നല്ല കാര്യം എന്താ എന്നോട് പറയാതിരുന്നേ? ഏട്ടൻ വിഷമിക്കൂന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നേ.
കാർത്തിക ചെറിയ കുട്ടിയല്ലേ, അവൾ അറിയാതെ ഓരോന്ന് പറഞ്ഞു പോയതാ. കാർത്തിക അവളുടെ അമ്മയുടെ ഈഗോയ്ക്ക് ബലിയാടാവുക. സുമംഗലി ഇളയമ്മ ആ തീയിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ അഖില് കഷ്ടപ്പെടുക. നേരത്തെ തന്നെ ഭാസ്കരേട്ടനും ഭാവനേച്ചിയും കാർത്തികയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. അവളുടെ അമ്മയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും സുമംഗലി ഇളയമ്മയുടെ വാക്കുകൾ കേൾക്കുന്നതുകൊണ്ടും മറ്റാരുടെയും വാക്കുകൾ കേട്ടിരുന്നില്ല. ലെറ്റർ എഴുതി വെച്ചിട്ട് അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്നിവിടെ പൂജ നടക്കുന്ന ദിവസമായിരുന്നു, സ്വാമി വരുന്ന ദിവസം. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ എങ്ങനെയെങ്കിലും കാർത്തികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന് വിചാരിച്ച് അവളുടെ അമ്മ പറഞ്ഞ കാര്യത്തിന് വാക്ക് കൊടുത്ത് കാർത്തികയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാർത്തികയെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചു. പക്ഷെ അവളെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. അത് കാരണം വേറെ വഴിയില്ലാതെ ഇങ്ങനൊരു പ്ലാൻ ചെയ്യേണ്ടി വന്നു. ആ പ്ലാൻ വർക്കൗട്ടായി. ഞാനറിയാതെ താൻ ഇത്രയൊക്കെ ചെയ്തു അല്ലേ? ഏട്ടനോട് പറഞ്ഞ ഈ കാര്യം സീരിയസ് ആകുമെന്ന് ഞാൻ പേടിച്ചു. അച്ഛനോ അമ്മയോ അറിഞ്ഞ അവര് ചിലപ്പോ ദേഷ്യപ്പെടും. അതുകൊണ്ടാ ഇത് സീക്രട്ടായിട്ട് ചെയ്യേണ്ടി വന്നേ. എല്ലാം താൻ വിചാരിച്ച പോലെ സംഭവിച്ചു. എന്നാൽ അങ്ങനെ സംഭവിക്കാതെ തിരിച്ചു സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്ക് കാർത്തികയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അവൾ അഖിലിനെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാ. അത്ര പെട്ടെന്നൊന്നും അവനെ മറക്കാൻ പറ്റില്ല. അഥവാ ഈ വീട് വിട്ട് പുറത്തു പോയാൽ അഖില് തന്നെ ഒഴിവാക്കി പോകുമെന്നുള്ള ഭയം കാർത്തികയുടെ മനസ്സിലുണ്ടാക്കി. അവളുടെ സ്നേഹം വിജയിച്ചു. മനുഷ്യരോട് തനിക്ക് എന്തുമാത്രം വിശ്വാസമാണുള്ളത്? മനുഷ്യൻ മനുഷ്യനെ തന്നെയല്ലേ വിശ്വസിക്കേട്ടാ. എന്തായിരുന്നാലും അഖിൽ എന്റെ അനിയനാ, കാർത്തിക എന്റെ അനിയത്തിയും. അവരെങ്ങനെ പിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ മിണ്ടാതെ നിൽക്കുക? നമ്മുടെ കുടുംബം സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും ചേർന്നിരിക്കേണ്ടതല്ലേ? അച്ഛന്റെ അമ്മയുടെ ആഗ്രഹവും അതാ. അതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യൂ ഏട്ടാ. ഓഹോ, നാളെ ഒരു ദിവസം ഞാനെന്തായാലും പിരിയേണ്ടി വരികയാണെങ്കിലോ? നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാ പിരിയുന്നേ? കാർത്തികയുടെ അമ്മയ്ക്ക് താൻ കൊടുത്ത വാക്കോ അത് തന്നെയല്ലേ? ഐ മീൻ, ഒന്നാമതായി കാർത്തികയെ വീട്ടിൽ ഹൈലൈറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അഖിലിനെ കാർത്തികയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. അതല്ലേ നിങ്ങളുടെ എഗ്രിമെന്റ്? അത് പിന്നെ എന്റെ പെർമിഷൻ ഇല്ലാതെ, എന്നോട് പറയാതെ അങ്ങനെയുള്ള ഒരു കണ്ടീഷന് താൻ എങ്ങനെ സമ്മതിച്ചു? പ്രശ്നം അത്ര വഷളാകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല ഏട്ടാ. ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോ താൻ തന്റെ സഹോദരനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അല്ലേ? എന്നെ പറ്റി താൻ ഓർക്കുന്നേ ഇല്ല. അയ്യോ, അങ്ങനെയൊന്നും അല്ല ഏട്ടാ. ഇനി മേലാൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഏറ്റെടുക്കരുത്. നമ്മൾ തമ്മിൽ പിരിയാണെന്നുള്ള കാര്യം സംസാരത്തിൽ നിന്നല്ല, സ്വപ്നത്തിലോ മനസ്സിലോ പോലും ചിന്തിക്കരുത്. എനിക്ക് താനോ തനിക്ക് ഞാനോ എന്നുള്ളതല്ല ഇവിടെ കാര്യം. നമ്മൾ അന്യോന്യം തുണയായിരിക്കണം. ഞാൻ തൻ്റെ അടുത്തുണ്ടെന്നുള്ള ധൈര്യം തനിക്കുണ്ടാവണം. താൻ എനിക്ക് തുണയായിട്ടുണ്ടെന്നുള്ള സന്തോഷം എനിക്കും ഉണ്ടാവണം. ദൈവം തമ്പുനെ നമ്മൾ പിരിക്കണമെന്ന് വിചാരിച്ചാലും ഞാൻ സമ്മതിക്കില്ല.
അടുക്കളയിൽ നിന്ന് പായസം ഉണ്ടാക്കുന്നത് പോലെ നല്ല മണം വരുന്നുണ്ടല്ലോ. ആ, വസു ആയിരിക്കും ഉണ്ടാക്കുന്നത്. ആ, എന്തായാലും ഞാൻ കൂടി പോയി ഹെൽപ്പ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ചേച്ചി. വസു, നീ ഇപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നത്? അതെ ചേച്ചി,